എനിക്ക് എൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡവും ധൈര്യവും പേടിയും അതൊക്കെയുണ്ട്. അതൊക്കെ തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ ആദ്യം ദുൽഖർ സൽമാൻ ഉണ്ടാവേണ്ടിയിരുന്നതാണ്. എന്നാൽ സീതാരാമം എന്ന ചിത്രവും തഗ് ലൈഫും തമ്മിലുള്ള ഷെഡ്യൂൾ ക്ലാഷ് ആയതിനാലാണ് ദുൽഖർ സൽമാന് പിന്മാറേണ്ടി വന്നത്. എന്നാൽ താൻ പിന്മാറിയപ്പോൾ പലരും നെറ്റിച്ചുടിച്ചു. വാപ്പച്ചി വരെ ചോദിച്ചു, എന്താണ് നീ ചെയ്യുന്നത് എന്ന്. പക്ഷേ സീതാരാമം എന്ന ചിത്രത്തിന് ആദ്യമേ ഡേറ്റ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് പിന്മാറിയത്. മണിയും ഞാനും ഒന്നിക്കുന്ന ചിത്രം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. അതിൽ നിനക്ക് അഭിനയിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് കമൽ സാർ എന്നോട് ചോദിച്ചത്. കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാലും അദ്ദേഹത്തിന് അത് വേദനിച്ചുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നത്. ആ ചിത്രത്തിലേക്ക് ദുൽഖർ സൽമാനെ ആദ്യം സമീപിച്ചത് മണിരത്നം തന്നെയായിരുന്നു. ഓക്കെ കൺമണി എന്ന മണിരത്നം ചിത്രത്തിൽ ഗംഭീര പ്രകടനമായിരുന്നു ദുൽഖർ സൽമാൻ കാഴ്ചവെച്ചത്. എന്നാൽ ഈ പിന്മാറ്റം മണിയെയും കമൽഹാസനെയും വേദനിപ്പിച്ചു.